ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റുന്നത് മാരുതി സുസുക്കി വാഗണറാണ്. ഇതിൻ്റെ ബ്രേക്ക് പാഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്യാപ്പ് തുറന്ന് വെക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് തീർന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ മാക്സിമം നിൽക്കുന്നത്. മാക്സിമത്തിലും താഴെ മിനിമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. മിനിമത്തിനും കുറച്ച് മുകളിൽ മിനിമത്തിൽ കറക്റ്റ് ഏകദേശം മിനിമത്തിൽ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതാണ് അതിൻ്റെ കളർ വരുന്നത്. മുകളിലോട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ല. അപ്പോൾ ഈ മാക്സിമത്തിൽ നിന്ന് താഴോട്ട് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കുറവാണോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ലീക്കാണോ നോക്കണം. ബാക്കിലെ വീൽ സിലിണ്ടർ ലീക്കായാൽ ഇതുപോലെ ഫ്ലൂയിഡ് കുറയാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവ് കാണിക്കുമ്പോൾ നോക്കേണ്ടത് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കുറഞ്ഞിട്ടുണ്ടോ നോക്കണം. അതുപോലെ തന്നെ ബാക്കിൽ ലീക്ക് ഉണ്ടോ നോക്കണം. ഇതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഓൾറെഡി കുറവാണ്, ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് മാക്സിമത്തിൽ നിന്ന് താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ബ്രേക്ക് പാഡ് തേഞ്ഞാണ്. ബ്രേക്ക് പാഡിൻ്റെ കനം നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീരെ കുറവാണ്. അതായത് ഇവിടെ തിക്നെസ് തീരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഏകദേശം ഈ ഒരു ഭാഗത്തും വരെ വന്നിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റലാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ബ്രേക്ക് പാഡ്. ഇതിനകത്തായിട്ട് കാണുന്ന ആ ചെറിയ കട്ടിങ്ങാണ് ബ്രേക്ക് പാഡായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് പാഡിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന മെറ്റൽ ഭാഗമാണ്. അപ്പോൾ ഈ മെറ്റൽ ഈ ബ്രേക്ക് പാഡിൻ്റെ ഫൈബർ പീസ് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ ഈ മെറ്റൽ ഭാഗം വന്നിട്ട് ഇതിൽ ടച്ച് ആവും. അങ്ങനെ റോട്ടർ നമുക്ക് മാറേണ്ട ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യിക്കുക. അപ്പോൾ ഇനി ഇത് മാറാനായിട്ട് നമുക്ക് ഈ ഒരു 12-ൻ്റെ ബോൾട്ട് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാലിപ്പറിൻ്റെ കപ്പ് നമുക്ക് മുകളിലോട്ട് പൊക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ പിസ്റ്റൺ വന്നിരിക്കുന്നത് ഏകദേശം നമുക്ക് ഇതിൻ്റെ അകത്തെ ബ്രേക്ക് പാഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫുള്ളായിട്ട് തീർന്നിട്ടുള്ള ഒരു ശകലം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിസ്റ്റൺ നമുക്ക് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജി ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കാലിപ്പർ അഴിച്ചെടുത്തിട്ട് അല്ലാതെ തന്നെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിനെ തള്ളാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പിസ്റ്റൺ തള്ളാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് ഈ ഭാഗത്തായിട്ട് കയറ്റിയിട്ടിട്ട് അധികം പ്രഷർ ഇല്ലാതെ തന്നെ ചെറുതായിട്ട് നമ്മൾ ബാക്കിലോട്ട് ഈ സ്ക്രൂ ഡ്രൈവറിനെ മൂവ് ചെയ്യിക്കും. ഇതൊക്കെ പിസ്റ്റൺ അകത്ത് കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കയറില്ല. ഇതൊക്കെ ഒരു നൈസായിട്ട് ലോഡ് സ്ക്രൂ ഡ്രൈവറിൽ ബാക്കിലോട്ട് കൊടുക്കും. പിസ്റ്റൺ അകത്തോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് അകത്ത് കയറി സ്റ്റോപ്പായിട്ടുണ്ടെങ്കിൽ ഇത് അകത്തി വെക്കുക. അകത്തി വെച്ചതിന് ശേഷം ഈ ബ്രേക്ക് പാഡിനെ നമ്മളൊരു ശകലം ബാക്കിലോട്ട് മൂവ് ചെയ്യുക. ബാക്കിലോട്ട് മൂവ് വെച്ച് ഇതിനിടയ്ക്കായിട്ട് മൈനസ് കയറ്റിയിട്ട് ഫുള്ളായിട്ട് പിസ്റ്റൺ നമുക്ക് അകത്ത് കയറ്റാനായിട്ട് സാധിക്കും. ഒരു ജി ക്ലാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫുള്ള് പിസ്റ്റൺ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോൾട്ട് അഴിക്കണം. 12-ൻ്റെ ബോൾട്ട് അഴിക്കണം. അഴിച്ചെടുത്തിട്ട് കാലിപ്പർ പൊക്കി വെക്കും. നമ്മളിപ്പോൾ 12-ൻ്റെ കോമ്പി ഇതിൽ ഇട്ടിട്ടിട്ട് ഇതൊക്കെ തുരുമ്പാണ്. ഇത് ഇടുമ്പോൾ ഒരു ശകലം ഗ്രീസൊക്കെ തേച്ചിട്ട് വേണം ഇടാനായിട്ട്. ഓക്കെ, ഇനി ഇത് മുകളിലോട്ട് പൊക്കി വെക്കാം. പൊക്കിയതിന് ശേഷം ബ്രേക്ക് പാഡ് ഈ രണ്ട് സൈഡിലോട്ട് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രേക്ക് പാഡിൻ്റെ തീരെ തിക്നെസ് കുറവാണ് ബ്രേക്ക് പാഡിന്. അതുകൊണ്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡ് താഴോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്രേക്ക് പാഡ് മാറണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഫൈബർ പീസ് ഫുള്ള് തീർന്നു പോയിട്ട് ഈ മെറ്റൽ ഇതിൽ ഉരഞ്ഞ് കഴിഞ്ഞാൽ ഈ റോട്ടർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. റോട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ റോട്ടർ അസംബ്ലി മാറണം. പോളിഷ് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ അസംബ്ലി മാറണം. അതൊരു എക്സ്പെൻസീവിലേക്കൊക്കെ പോകും. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് പാഡ് ഓരോ 15,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ കഴിയുന്നതോടെ നമ്മൾ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പുതിയ ബ്രേക്ക് പാഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 25 to 30 വരെയൊക്കെ ബ്രേക്ക് പാഡ് കിട്ടും. അത് ഓരോ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈൽ പോലെ ഇരിക്കും. ഓരോരുത്തർ ഓടിക്കുന്നതിൻ്റെ സ്റ്റൈൽ പോലെ ഇരിക്കും ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം അഴിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ഈ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം. അതുപോലെ തന്നെ ഇതിനുള്ളിലെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം.
ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതാണ് ഇതിൻ്റെ കാലിപ്പറിൻ്റെ 2 പിന്ന് വരുന്നത്. ഈ പിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ച്ച് നോക്കണം. ഇത് ഫ്രീ ആണോ എന്നുണ്ടെങ്കിൽ, ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് ഒരു സൈഡ് കൊണ്ട് പെട്ടെന്ന് തേയാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബ്രേക്ക് ജാം ആവാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ മേളത്തെ പിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ മൂവ് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. അപ്പോൾ ഇതിന് സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ബ്രേക്കിൻ്റെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല. അതിൻ്റെ പൊടി, ഫൈബറിൻ്റെ പൊടി നമ്മൾ ശ്വസിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അതൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴും പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബ്രേക്കിൻ്റെ പൊടി എടുത്ത് കളയാനായിട്ട് നല്ലത്. അതുകൂടാതെ തന്നെ ബ്രേക്ക് ക്ലീനർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബ്രേക്ക് ക്ലീനർ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഈ അഴുക്കും കാര്യങ്ങളും പൊടിയൊക്കെ പെട്ടെന്ന് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ക്ലീനർ അതുപോലെ തന്നെ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വേപ്പറൈസ്ഡ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽമയം ഒരിക്കലും പോവില്ല. ബ്രേക്ക് സ്ലിപ്പ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്നീ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ക്ലീനർ സ്പ്രേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ സ്പ്രേ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ബ്രേക്കിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കും. എയർ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എയർ അടിച്ച് കഴിഞ്ഞാൽ അത് ഫൈബറിൻ്റെ പൊടി അത്ര നല്ലതൊന്നുമല്ല നമ്മൾ ശ്വസിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ കാലിപ്പറിൻ്റെ പ്ലേറ്റൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യണം. പഴയ 2 ബ്രേക്ക് പാഡ്, അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പുതിയ ബ്രേക്ക് പാഡിൻ്റെ പഴയ ബ്രേക്ക് പാഡിൻ്റെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല ഡിഫറൻസ് ആണ് ഉള്ളത്. ഇത്രയും കട്ടി പുതിയ ബ്രേക്ക് പാഡുണ്ട്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിൽ തീരെ തിക്നെസ് കുറവാണ്. ഒരു വിരലിന് അത്രയും തീർന്നു പോയിട്ടുണ്ട് പഴയ ബ്രേക്ക് പാഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ തന്നെ ബ്രേക്ക് പാഡ് മാറാനുള്ള ഈ കണ്ടീഷന് മുന്നേ തന്നെ ബ്രേക്ക് പാഡ് മാറണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലേറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേറ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത്. പ്ലേറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് നൈസായിട്ട് ഗ്രീസ് തേച്ച് കൊടുക്കണം. ഒത്തിരി ഗ്രീസ് അളിച്ചു വാരി തേക്കരുത്. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാനായിട്ട് ഈ വെട്ട് വരുന്ന ഭാഗം ഇതിനുള്ളിലായിട്ട് എങ്ങനെയാണ് കയറ്റിയിടേണ്ടത്, കയറ്റിയിട്ടിട്ട് ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് സീറ്റ് ആകും. അതുപോലെ തന്നെ മുകളിലത്തെ പ്ലേറ്റും ഫിറ്റ് ചെയ്യുമ്പോൾ ശകലം ഗ്രീസ് ഇതിൽ തേച്ച് വിടുക. ഓവറായിട്ട് ഗ്രീസ് തേക്കാതിരിക്കുക. കാരണം ഓവറായിട്ട് ഗ്രീസ് തേച്ച് കഴിഞ്ഞാൽ പിന്നെയും മണ്ണും പൊടിയൊക്കെ പിടിച്ച് ഇരിക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും ഫിറ്റ് ചെയ്യുന്നത് ഇത് ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇതിനെ ലോക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ അത് ലോക്കായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ ബ്രേക്ക് പാഡാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ പ്ലേറ്റ് ഇതിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ പ്ലേറ്റ് എടുത്ത്, ഇത് കാലിപ്പർ സൈഡിലാണ് വരുന്നത്, അതായത് വെളി സൈഡിലാണ് വരുന്നത്. ഇവിടെ വരുന്ന ഒരു പ്ലേറ്റ് ഈ ഭാഗത്തായിട്ട് ഇതിനുള്ളിലായിട്ട് തന്നെ ഈ പ്ലേറ്റ് ഉണ്ട്, ഈ കാണുന്ന പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ പുതിയ ബ്രേക്ക് പാഡിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഇത് അഥവാ ഇതിൽ ലൂസാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഗ് ശകലം വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ടൈറ്റായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ബ്രേക്ക് പാഡ് കയറ്റി വെക്കുക. ജസ്റ്റ് ഈ ഒരു ആംഗിൾ ബ്രേക്ക് പാഡ് കയറ്റി വെച്ചിട്ട് മുകളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബ്രേക്ക് പാഡ് അകത്ത് കയറിപ്പോകും. ഇനി നമുക്ക് പിസ്റ്റൺ സൈഡിലെ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യാം. നമ്മൾ എടുത്തേക്കുന്നത് KBX ആണ് ബ്രേക്ക് പാഡ് എടുത്തേക്കുന്നത്. അത് പിസ്റ്റൺ സൈഡും ബ്രേക്ക് പാഡ് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ കയറ്റി വെക്കുക, മുകളിലോട്ട് പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുന്നതിനൊപ്പം തന്നെ കയറ്റി വിടുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് പാഡ് സെറ്റായിട്ട് ഇരിക്കും. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബോൾട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലൊരു ശകലം ഗ്രീസ് നമ്മൾ തേക്കുന്നുണ്ട് ത്രെഡിൻ്റെ ഭാഗത്തും, അതുപോലെ തന്നെ ആ തുരുമ്പ് പിടിച്ചിരുന്ന ഭാഗത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ശകലം ഗ്രീസ് തേക്കുക. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ് അതിൻ്റെ നട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ ഫ്ലാറ്റായിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു വെട്ട് കയറി കിടക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൽ കയറില്ല. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ കറക്റ്റായിട്ട് ലോക്കാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യുക, നട്ടിട്ട് മുറുക്കുക. അപ്പോൾ ബോൾട്ട് ഇട്ട് മുറുക്കുക. ഈ ബോൾട്ട് മുറുക്കുമ്പോൾ ഓവർ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത്. ഈ ബോൾട്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, നമ്മളിപ്പോൾ നട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക് പാഡ് എപ്പോഴും മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ബ്രേക്ക് ഫ്ലൂയിഡ് രണ്ട് സൈഡിലെയും ബ്രേക്ക് പാഡ് മാറി കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി ബ്രേക്ക് ഫ്ലൂയിഡ് മുകളിലോട്ട് വരും, കാരണം പിസ്റ്റൺ അകത്തോട്ട് വന്നുകൊണ്ട്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടോപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പിസ്റ്റൺ അകന്നാണ് ബ്രേക്ക് പാഡിനോട് മുട്ടിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡ് എപ്പോഴും മാറിക്കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1, 2, 3 അല്ലെങ്കിൽ ഒരു 4-5 തവണ ബ്രേക്ക് പമ്പ് ചെയ്യുക. ബ്രേക്ക് പമ്പ് ചെയ്തിട്ട് പിസ്റ്റൺ ബ്രേക്ക് ലോഡായി കഴിഞ്ഞ് മാത്രമേ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തുകൊണ്ട് പോകാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കസ്റ്റമർ എടുത്തുകൊണ്ട് പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മളാണ് ബ്രേക്ക് പാഡ് മാറുന്നതെന്നുണ്ടെങ്കിലും ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞ് ഒരു 4-5 പ്രാവശ്യം ആദ്യം നമ്മൾ ബ്രേക്ക് പെഡലിൽ പ്രസ് ചെയ്യുന്ന സമയത്ത്, പമ്പ് ചെയ്യുന്ന സമയത്ത് നേരെ ബ്രേക്ക് പെഡൽ താഴോട്ട് പോകും. അങ്ങനെ ഒരു 3-4 ഫുള്ള് പമ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ പിസ്റ്റൺ കറക്റ്റായിട്ട് ഇതിൽ വന്നിട്ട് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നു. അന്നേരം മാത്രമേ നമുക്ക് ബ്രേക്ക് പെഡൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ബ്രേക്ക് പാഡ് മാറിയിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ പെഡൽ താന്നു പോകും, പെട്ടെന്ന് വണ്ടി നിൽക്കില്ല. അങ്ങനെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് മുകളിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽ ഒരു 4-5 വട്ടം പമ്പ് ചെയ്തിട്ട് ലോഡാക്കിയതിന് ശേഷമേ വണ്ടി എടുക്കാവൂ. അപ്പോൾ മാരുതി സുസുക്കി വാഗണറിൻ്റെ ബ്രേക്ക് പാഡ് മാറുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.